ആയിരം അസോസിയേഷനുകൾ രൂപം കൊള്ളുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു വിഭാഗത്തിന് മാത്രം അസോസിയേഷൻ ഇല്ല. പുരുഷന്റെ വഞ്ചനയിൽപ്പെട്ട് സർവവും വെടിയേണ്ടി വരുന്ന നിരാശാ കാമുകികൾക്ക്. എന്നാൽ ഞങ്ങൾ ഇവിടെ നിരാശാ കാമുകികൾക്കായി ഒരു അസോസിയേഷന് രൂപം നൽകുകയാണ്. അസോസിയേഷന്റെ ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും ഈ സംഗമ വേദിയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. നമ്മളുടെ പ്രാർത്ഥനാ ഗാനത്തോടു കൂടി ഈ കുടുംബ സംഗമത്തിലെ പരിപാടികൾ ആരംഭിക്കുകയായി. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നത് ഓൾ കേരള നിരാശ കാമുകി അസോസിയേഷൻ അടിമാലി യൂണിറ്റിലെ മഞ്ജുഷയും സംഘവും. എല്ലാവരും കണ്ണുകൂപ്പി കൈപൊത്തി നിൽക്കണം. ആധികാരികമായി സംസാരിക്കുവാനായി നമ്മുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീമതി ബൽസലാമയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട നിരാശ കാമുകി കുസുമങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മൾ ഇനിയുള്ള കാലം ഒറ്റക്കെട്ടായി നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ സർക്കാരിനോട് 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിച്ചു തരണമെന്ന് കാണിച്ചുകൊണ്ട് നമ്മളൊരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായുള്ളത്, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രണയത്തിലാകുമ്പോൾ തന്നെ 50 രൂപയുടെ മുദ്രപത്രത്തിൽ ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല എന്ന് എഴുതി ഒപ്പിട്ട കരാറേൽപ്പിക്കണം. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത്, ഒരു ദിവസം കാമുകിയെ കാണാൻ കാമുകൻ വന്നില്ലെങ്കിൽ വരാത്തതിന്റെ കാരണം കാണിച്ച് ലീവ് ലെറ്റർ തരേണ്ടതാണ്. അവസാനത്തെ ആവശ്യം എന്ന് പറയുന്നത്, മൊബൈലിൽ കാമുകിയുടെ ഫോട്ടോ എടുത്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൈമാറുകയാണെങ്കിൽ അതിന്റെ റോയൽറ്റി നമുക്ക് കൃത്യമായും തരേണ്ടതാണ്. തൽക്കാലം ഇത്രയും ആവശ്യങ്ങളാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയുള്ള ആവശ്യങ്ങൾ നമ്മൾ പിറകെ അറിയിക്കുന്നതാണ്. നമ്മുടെ ഈ ചടങ്ങിനെ ധന്യമാക്കുന്നതിനായി നമ്മുടെ നാടിന്റെ പ്രിയങ്കരിയായ കവയിത്രി വസന്തകുമാരി അന്തർജനം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ മഹിളാരത്നത്തിനെ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാന്യ വനിതകളെ, വഞ്ചനയുടെ എഞ്ചിനീയർ കുടിച്ചിറക്കിയ പിഞ്ചോമനകളെ, നിങ്ങൾക്കെന്റെ നമോവാകം. സത്യത്തിൽ ഇങ്ങനെയൊരു സംഗമത്തിന്റെ ആവശ്യമുണ്ടോ എന്നോട് പലരും ചോദിച്ചു. ഉണ്ട്. കാരണം ഇന്നും പുരുഷന്റെ ആട്ടും തുപ്പും സഹിച്ചു കഴിയേണ്ടവളാണോ സ്ത്രീ? അല്ല. കാരണം പുരുഷന്റെ വാക്ക് ഒരിക്കലും ഒരു സ്ത്രീക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം അവർ വാക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന്, ഈ പുരുഷന്റെ പ്രതീകമാണല്ലോ നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. അദ്ദേഹം എന്താണ് നമ്മളോട് പറഞ്ഞത്? ഒരു ദിവസം ഞാൻ കാലത്ത് TV ഓൺ ചെയ്ത് നോക്കിയപ്പോൾ മോഹൻലാൽ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും തന്നെ പല ബാർ ഗോൾഡിൽ കയറി സ്വർണം എടുക്കണം എന്നുള്ളത്. നല്ല കാര്യമാണ് സ്വർണം എടുക്കണമെന്ന്. പക്ഷേ
കുറച്ചു കഴിഞ്ഞപ്പോൾ അതേ മോഹൻലാൽ തന്നെ പറയുകയാണ്, ആ എടുത്ത ഗോൾഡുകൾ, എടുത്ത സ്വർണങ്ങൾ എല്ലാം തന്നെ പണപ്പുറം ഗോൾഡിൽ കൊണ്ടുപോയി പണയം വെക്കാൻ. പിന്നെ എന്തിനാണ് നമ്മൾ സ്വർണം എടുക്കുന്നത്? മാത്രമല്ല, വൈകുന്നേരമായപ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ്, വൈകിട്ട് എന്താ പരിപാടി? ഒരു പരിപാടിയും ഇല്ലെങ്കിൽ ആ സ്വർണം വെച്ച് കിട്ടിയ കാശെടുത്ത് മദ്യപിച്ചോളാൻ. അങ്ങനെയുള്ള ഈ പുരുഷന്മാരുടെ വാക്ക് നമ്മൾ വിശ്വസിക്കണമോ? വേണ്ട. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മഹാകവയിത്രിയായ ശ്രീമതി സിൽക്ക് അന്തർജനത്തിന്റെ 4 വരികളാണ്. ഏഴിമണി പൂഞ്ചോല, മാമനക്ക് മണിമാല, പൊന്മാല. നമ്മൾ ആലോചിക്കണം, ഒരു കരിങ്കൽ കോരയിൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ ആ പൊന്നി വനിത അവിടെ കെഞ്ചി കേഴുകയാണ്. അപ്പോഴും കാട്ടാള വർഗരായ പുരുഷൻ അവളോട് പറയുന്നത്, കൊഞ്ചടി 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 നാക്കുമുറ്റേ എന്നാണ്. അത്രയ്ക്ക് കണ്ണിച്ചോറിയില്ലാത്ത വർഗമാണ് ഈ പുരുഷവർഗം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ മനമാകുന്ന പ്രസംഗത്തിലെ ഇലകളാകുന്ന വാക്കുകൾ പൊഴിച്ച ഈ കുടുംബ സംഗമത്തിന് സർവവിധ മംഗളാശംസകളും നേരുന്നു. നന്ദി, നമോവാകം, നമസ്തിദാതി വിസ്തോരിതം. ഇനി മറ്റൊരു അതിഥി കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ മലപ്പുറം യൂണിറ്റിലെ റസിയയാണ്. റസിയെ നമ്മളിവിടേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ റസിയ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു, ഞാൻ വരാം, പക്ഷേ എന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് നിങ്ങളൊന്നും ചോദിക്കരുത് എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ചോദിക്കില്ല, നമ്മൾ ഉറപ്പ് കൊടുത്തതിന്റെ പേരിലാണ് റസിയ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ തനി സ്വഭാവം ഇവിടെ കാണിക്കരുത്, പഴയ കാര്യങ്ങളൊന്നും റസിയോട് നിങ്ങൾ ചോദിക്കരുത്. നമുക്ക് ഹൃദയപൂർവ്വം റസിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ചോദിക്കണ്ടെന്നറിയില്ല, എങ്കിലും ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് റസിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം, അന്ന് എന്റെ എല്ലാമായിരുന്നു മുരളി. എങ്ങനെ ഞങ്ങൾ അടുത്തു എന്ന് എനിക്കറിയില്ല. എനിക്ക് മുരളിക്ക് ഞാനും ജീവനായിരുന്നു. ഞങ്ങൾ പാർക്കിലും ബീച്ചിലും പോയി, ജെട്ടവും ലിജേബിയും തിന്നു. അവസാനം ഞങ്ങൾ ഒന്നിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഞങ്ങളുടെ ഈ ബന്ധത്തെ മതസൗഹാർദ്ദത്തിന്റെ തീരെ താല്പര്യമില്ലാത്ത ഒരാൾ എതിർത്തു. ആരാണ് കുലദ്രോഹി? എന്റെ വാപ്പ. ഈ വാപ്പമാരെല്ലാവർക്കും ഒരു പാറയാണോ? അങ്ങനെ അവസാനം ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചു. എന്നിട്ട് ഒളിച്ചോടിയോ? ഇല്ല, ഒളിച്ചോടിയില്ല. അന്ന് രാത്രി എന്റെ വീട്ടിൽ കയറി എന്റെ ഉരുളി അടിച്ചുകൊണ്ട് പോയവനായി മുരളി. അതിനുശേഷം ആ സാമദ്രോഹി ഞാൻ കണ്ടിട്ടില്ല. കാര്യം മനസ്സിലാക്കണം, കുട്ടിയുടെ വെറും മുരളി മാത്രമേ കാമുകൻ കവർന്നു കൊണ്ടുപോയിട്ടുള്ളൂ. എന്നാൽ ഇവിടെയുള്ള പല സ്ത്രീകളുടെയും അവസ്ഥ അതല്ല. വിലപ്പെട്ട പലതും കവർന്നിട്ടാണ് ഇവരുടെയൊക്കെ കാമുകന്മാർ പോയിരിക്കുന്നത്. അത് ആലോചിക്കുമ്പോൾ കുട്ടിയുടെ ഉരുളി എത്രയോ തുച്ഛമാണ്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്നിട്ടാണ് എന്റെ ഉരുളി എന്നിൽ നിന്ന് അകറ്റിയത്. എനിക്കെന്റെ ഉരുളി എനിക്കെന്റെ ഉരുളി തിരിച്ചതാ. ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. എനിക്കെന്റെ ഉരുളി തരാൻ തരാനല്ലേ പറഞ്ഞത്. ഇങ്ങനെ വിടില്ല. എനിക്കെന്റെ ഉരുളി താ, എനിക്കെന്റെ ഉരുളി വേണം. എന്നെക്കൊന്നും എന്നെ ശരിക്കറിയില്ല കേട്ടോ. വസന്തകുമാരി എന്തെങ്കിലും ഞാൻ അമ്മിണിയാണ്, ഈ ബെസ്റ്റാൻ അമ്മിണി. നിനക്കൊന്നും എന്നെ കുറിച്ച് അറിയില്ല. ഇനി ഒരു പ്രാചീന കലാരൂപമായി സദസ്സിലെത്തുകയാണ് വയനാട് മുത്തങ്ങ യൂണിറ്റിലെ നമ്മുടെ പെൺകുടിമാർ.
പ്രശ്നം? ഇവിടെ സ്ത്രീകൾ നടത്തുന്ന ഒരു പരിപാടി, സ്ത്രീകൾ മാത്രമേ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളൂ, പുരുഷനെ ഇവിടേക്ക് കടത്തില്ല. അത് തന്നെ ഞാൻ പറയുന്നത്. ഒരുപാട് നേരമായിട്ട് ഞങ്ങൾ പുരുഷന്മാരെ കുറ്റം പറയാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് പുരുഷന്മാർക്ക് എന്തോ കുഴപ്പം? നിങ്ങൾക്ക് പുരുഷന്മാർക്ക് എന്താ കുഴപ്പമല്ലാത്തത്? കുഴപ്പമല്ലാത്തതെന്നോ? നിങ്ങൾ കുറെ നേരമല്ലോ പറയാൻ തുടങ്ങിയിട്ട് പുരുഷന്മാരെ നിങ്ങളെ വഞ്ചിച്ചു. ആര് വഞ്ചിച്ചു? ഈ ഇരിക്കുന്ന പെൺകുട്ടിമാരൊക്കെ നിങ്ങൾ പുരുഷന്മാരെ പ്രേമിച്ച് വഞ്ചിച്ച സ്ത്രീകളാണ്. ഈ ഇരിക്കുന്ന കുറച്ച് സ്ത്രീകളെ മാത്രമല്ലോ ഞങ്ങൾ പുരുഷന്മാര് വഞ്ചിച്ചത്. നിങ്ങൾ സ്ത്രീകൾ വഞ്ചിച്ച പുരുഷന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കണ്ടോ? അപ്പൊ പിന്നെ ഇദ്ദേഹം ഇപ്പൊ എന്തായി? 7 വർഷം മുന്നുള്ള കേസും പറഞ്ഞ് ഒരു പെണ്ണിനെ കൊടുക്കാൻ നോക്കിയില്ലേ? അവസാനം കോടതി വിനീതനെ വെറുതെ വിട്ടു. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഈ പുരുഷന്മാരൊക്കെ പുലികളാണ്. വെറുതെ ഞങ്ങളോട് കളിക്കാൻ നിൽക്കണ്ട. ഈ 2 പുരുഷന്മാര് മാത്രമല്ലേ ഞങ്ങൾ സ്ത്രീകൾ വഞ്ചിച്ചിട്ടുള്ളൂ. ഇതൊക്കെ